മുള്ളുറിഞ്ചി പച്ചല അല്ലെങ്കിൽ ശംഖുപുഷ്പം. ഞങ്ങളൊക്കെ മുള്ളുറിഞ്ചി പച്ചല എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പേര് ശംഖുപുഷ്പം. അപ്പോൾ ഇത് ഈ മുള്ള് കൊണ്ട് മുറിഞ്ഞ് മുള്ള് ഉള്ളിലിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പച്ചല അരച്ച് വെച്ചാൽ ഈ മുള്ള് മുകളിലോട്ട് പൊന്തി വരും. അപ്പോൾ ആ മുള്ളങ്ങനെ എടുക്കാൻ എളുപ്പമുണ്ട്. പിന്നെ അതുപോലെ ഇത് അരച്ച് അത് ആ മുറിവിലോട്ട് വെച്ചാൽ അതിൻ്റെ മുള്ളിൻ്റെ വിഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിങ്ങ് ഉറിഞ്ചി എടുക്കും പച്ചല. അതുകൊണ്ടാണ് ഇതിന് മുള്ളുറിഞ്ചി പച്ചല എന്നുള്ള പേര് പറയുന്നത്. ഇതാണ് വേലിപ്പരുത്തിയില. ഇതിൻ്റെ പേര് വേലിപ്പരുത്തിയില. ഇത് ഒരു ഔഷധമാണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്ത് എവിടെയെങ്കിലും ചതവോ ഇടിയോ കണ്ട് ഉള്ള ഇത് ഏറ്റിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിലെ കുറച്ച് ഇതിൻ്റെ ഇല എടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ കുറേ ഒരു അര ഗ്ലാസ് നീരിന് കിട്ടണം. അതിൽ 2 നാടൻ പച്ച മുട്ട കൂടെ ചേർത്ത് കുടിച്ചാൽ ഏത് ഇടി കിട്ടിയാലും നല്ല ചതഞ്ഞാലും ഉടനെ അത് രക്തം കെട്ടി നിൽക്കാതെ അത് മാറിക്കിട്ടും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് സാധാരണ നാട്ടിൻപുറത്ത് ആളുകൾ ചെയ്യുന്നൊരു മരുന്നാണിത്. ഇതും നമ്മൾ വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ തൊടികളിലോ ഒക്കെ നമ്മളിതിങ്ങനെ വളർത്തി വിട്ടേക്കുന്നതാണ്. കണ്ടോ, ഇതിൻ്റെ ഇല നല്ല ഇതിങ്ങനെ കുടിച്ചാൽ ദോഷങ്ങളൊന്നും ഇല്ല. സാധാരണ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഇതൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അതും ഇതൊരു ഉള്ളതുള്ള ഇലയാണ്. അതുകൊണ്ടാണ് ഈ ഇലയെ ഞാൻ പരിചയപ്പെടുത്തിയത്. ഇല കണ്ടോ, ഇലയുടെ ആകൃതി അളവുമൊക്കെ കണ്ടോ. ഇതൊരു മരത്തിൽ പടർന്ന് നിൽക്കുകയാണ്. മരത്തിൻ്റെ മൂട്ടിലാണ് നട്ടിട്ടുള്ളത്. കണ്ടോ, ഒരു മുന്തിരി എന്ന് പറയും, മുന്തിരിയുടെ മൂട്ടിലാണ് നിൽക്കുന്നത്. ഇതിങ്ങനെ ആ മുന്തിരിയിലോട്ടിങ്ങനെ പടർന്ന് നിൽക്കുകയാണ് ഇതിൻ്റെ ഇലകൾ. ഇതും നമ്മൾ ഒരു ഉപയോഗമുള്ളൊരു ഔഷധ ഗുണമുള്ളൊരു പച്ചിലയാണ്. ഇതിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക.